ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് തേങ്ങ അരച്ച് പച്ച മാങ്ങയിട്ട് കറി വെച്ച നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തനി നാടൻ അയലമീൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നല്ല പച്ച അയലമീൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഞാൻ. ഇത് നന്നായി ക്ലീൻ ചെയ്ത ശേഷം ഇതിൽ നിന്നും കുറച്ച് മീൻ ഉപ്പും മുളകൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചത് ശേഷം ബാക്കി ഇന്നത്തേക്ക് കറി വയ്ക്കാനായിട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് കറി വെക്കാനായിട്ട് ഒരു 500 ഗ്രാം അളവിൽ മീൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഈ മീൻ കറി തയ്യാറാക്കുന്നതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. ചിരകിയെടുത്ത തേങ്ങ 2 കപ്പ് അളവിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കറി പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ അളവിൽ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ അളവിൽ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1/2 ടീസ്പൂൺ, ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 10 ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അരച്ചെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. മിക്സിയുടെ വലിയ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. പച്ച മാങ്ങയിട്ട് തേങ്ങ അരച്ച് മീൻകറി വയ്ക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത് കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ, ഒന്ന് കണ്ടു നോക്കണേ. ഈ ഒരു പരുവത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കലക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത ശേഷം സ്റ്റവ് ഓൺ ചെയ്ത് തിളയ്ക്കാനായിട്ട് വെക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി 2 മിനിറ്റ് സമയം വേവിച്ചെടുക്കാം. 2 മിനിറ്റ് സമയം കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മീൻ പകുതി വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നല്ല പുളിയുള്ള പച്ച മാങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് പച്ചമാങ്ങയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് 2 എണ്ണം എരിവില്ലാത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ കറിയൊക്കെ വെന്ത് നല്ലതുപോലെ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ താളിച്ചിടുകയാണ്. ഇപ്പോൾ നമ്മുടെ രുചികരമായ തനി നാടൻ അയലമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.